ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ്. മിലൂട്ടിനായിട്ട് തിരിച്ച് നമ്മൾ ദുബായിലോട്ട് പോവുകയാണ്. 6:15 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം നമ്മൾ ഫാമിലി ആയിട്ട് ഫ്ലൈ ചെയ്യുന്നത്. അത് ട്രാവൽ മാത്രമല്ല, ഇറ്റ്സ് എ മൈൽ സ്റ്റോൺ ഗൈസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സോ സ്പെഷ്യലാണ് ഞങ്ങൾക്ക്. മിലൂട്ടിയുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. സോ അത് എക്സ്ട്രാ മെമ്മറബിൾ ആക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. സോ അതിന് വേണ്ടി നമ്മൾ എമിറേറ്റ്സിലാണ് പോകുന്നത്. പിന്നെ വേറെ എന്താണ് ഇനി ചെയ്യാൻ പറ്റുകയെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് മിലൂട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എമിറേറ്റ്സിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ മെയ്ഡ് ചെയ്തു. എന്നിട്ട് അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. അങ്ങനെയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ ഗൈസ്. പിന്നെ മിലൂട്ടിക്ക് മാത്രമല്ല ഇതൊരു ഫസ്റ്റ് ഫ്ലൈ എന്ന് പറയുന്നത്. ആസ് എ പാരൻസ് ഞങ്ങൾക്കും ഇതൊരു ഫസ്റ്റ് ഫ്ലൈ എക്സ്പീരിയൻസ് ആണ് ബേബിനെ വെച്ച് പോകുമ്പോൾ. അപ്പോൾ സോ അതുകൊണ്ട് നമ്മൾ വിശപ്പ് മെയിൻ ആയതുകൊണ്ട് വിശപ്പ് മാറ്റാൻ വേണ്ടി എക്സ്പ്രസോയിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കാനാണ്. സോ മിലൂട്ടി അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉറങ്ങി എണീക്കുന്നുണ്ട്. അവളുടെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. സോ മിലൂട്ടി ഹാപ്പിയാക്കി വെക്കുക, അതാണ് ഞങ്ങളുടെ മെയിൻ പോളിസി. അവളെ കരയിപ്പിക്കാണ്ട് അവൾ കരച്ചിലൊക്കെ വരുന്നേക്കാൾ മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ച് അവളെ ഹാപ്പിയാക്കി വെക്കുക എന്ന് പറയണമായിരുന്നു ഞങ്ങളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഉഷാറ് വേണം. സോ നമ്മളുടെ വയറെന്താണ്, വിശക്കാൻ പാടില്ല. സോ നമ്മൾ ഫുഡ് അടിക്കുക, അതാണ് നമ്മുടെ മെയിൻ. സോ മിലൂട്ടി ഇതേ കണ്ട പാവം ചിരിച്ച് വരുന്നൊക്കെ ഉണ്ട്, ആൾ ഉഷാറാവുന്നുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ഫുഡ് നമ്മളുടെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ മിലൂട്ടിയുടെ കേസ് ബേബിനായിട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത്ര ഹാപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതിൽ ആ ഒരു സെയിം സിറ്റുവേഷൻ്റെ ഇപ്പുറം ഓപ്പോസിറ്റ് എന്താണ്, നമുക്ക് ടെൻഷനും ഉണ്ട്. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് മിലൂട്ടിനായിട്ട് പോകുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഇനി നെക്സ്റ്റ് ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമുക്കൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ 5 month ഓൾഡ് ബേബിയാണ്. ഫീഡ് തന്നെ ചെയ്യാനല്ലേ പറ്റുള്ളൂ. സോ ഫീഡ് തന്നെ ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ബോർഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് വെച്ചു, ഫീഡൊക്കെ ചെയ്ത് ആളെ ഹാപ്പിയാക്കി വെച്ചു. പിന്നെ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോയൊക്കെ ഞാൻ കൈ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ദൈവത്തോടൊക്കെ പ്രാർത്ഥിച്ച്, ദൈവമേ അവൾ കരയാണ്ടൊക്കെ ഇരിക്കണേ. എന്ന് വെച്ചാൽ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും കൊച്ചിന് വല്ല വേദന എടുത്ത് കരിയോ, അങ്ങനെ എനിക്കും ഏട്ടനും അതെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത്ര ഹാപ്പി ഉണ്ടെങ്കിൽ കൂടി ടെൻഷനായിരുന്നു. ദൈവം അവൾ വേറെ കുഴപ്പമില്ലാണ്ട് സേഫായിട്ട് എത്തണേന്നൊക്കെ ആയിരുന്നു, നമുക്ക് വേറെ കരച്ചിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് എത്തണേന്നായിരുന്നു. പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്ന ടൈം തന്നെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം അവരോട് പറഞ്ഞു. അവരും ഹാപ്പി, നമ്മളും ഹാപ്പി, അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു ഗൈസ്. സോ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കൊണ്ടു തന്നിട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. മിലൂട്ടി ഫ്ലൈറ്റിലെത്തി. മിലൂട്ടി ഇങ്ങനെ ഇതേ കണ്ടില്ലേ കളിക്കുന്നുണ്ട്. അവൾ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവൾ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുക ആ ഒരു ഓപ്ഷൻ മാത്രമേ അവളെ കരയിപ്പിക്കാണ്ടിരിക്കാൻ സത്യത്തിലുള്ളൂ. പിന്നെ കുറച്ച് വിശപ്പില്ലാണ്ടായി കഴിഞ്ഞാൽ ആൾ പിന്നെ ടോയ്സ് എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. വിശന്നാൽ ഞങ്ങൾ 3 പേരും സെയിം സ്വഭാവമാണ്. ഞങ്ങളുടെ സ്വഭാവം അങ്ങോട്ട് വയലൻ്റ് ആവും ഗൈസ്. ബിഫോർ മിലൂട്ടി ഞങ്ങളുടെ ഫ്ലൈറ്റ് ട്രാവൽ, ഏട്ടൻ ഫ്ലൈറ്റിൽ കയറാൻ കിടന്നുറങ്ങുക, ഈ ഒരു റൂട്ടീനായിരുന്നു. എനിക്ക് ഫ്ലൈറ്റിൽ കയറാൻ വീഡിയോസ് എടുക്കുക, വിൻഡോ സീറ്റിൽ ഇരിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ പരിപാടി. ആഫ്റ്റർ മിലൂട്ടി ഫുള്ളും നമ്മൾ മിലൂട്ടിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതാണല്ലേ ഈ പറയുന്നത്, നമ്മൾ പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഫുൾ പ്രയോറിറ്റി ബേബീസിലാവും. അവരുടെ ഹാപ്പി അവരെ ഓക്കെ ആക്കി വെക്കാമെന്നാവും നമ്മൾ ഫുൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് അവർ കൊണ്ടു തന്നു. അതിൻ്റെ ഒപ്പം ഒരു കുഞ്ഞു നോട്ടും കൂടെ ഉണ്ടായിരുന്നു, ക്യാപ്റ്റൻ്റെ സൈനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ എമിറേറ്റ്സിൽ നിന്ന് നമുക്ക് ഒരു ടോയ് കിട്ടും. പിന്നെ എന്താ നമുക്ക് ബേബിക്ക് കിട്ടിയത്, ഒരു ബേബി കിറ്റും തന്നിട്ടുണ്ടായിരുന്നു അവർ കേട്ടോ. മിലൂട്ടി ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മിലൂട്ടി കിടന്നുറങ്ങി. അങ്ങനെ നമ്മൾ ബേസ്മെൻറ്റിൽ കൊച്ചിനെ കിടത്തി. ബേസ്മെൻറ്റ് നമ്മൾ ബുക്ക് ചെയ്യുന്ന ടൈമിൽ ചെക്ക് ചെയ്താൽ മതി, ബേസ്മെൻറ്റിൻ്റെ കേസ് കേട്ടോ. കറക്റ്റ് മിലൂട്ടി കിടന്ന് ഉറങ്ങുന്ന ടൈമിൽ ഫുഡും എത്തി ഗൈസ്. അപ്പറ്റൈസറായിട്ട് സ്പൈസ്ഡ് കുക്കമ്പർ സാലഡും, മെയിൻ കോഴ്സ് കോഴി മപ്പാസും, പിന്നെ ഡിസേർട്ടായിട്ട് റസ്മലൈ മിൽക്ക് കേക്കും ആയിരുന്നു. പിന്നെ ചോക്ലേറ്റ്, പിന്നെ മിക്ചർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാഷ്യൂനട്ട് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മസാല ചായയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഡെലീഷ്യസ് ആയിരുന്നു നമ്മുടെ ഫുഡ് എന്ന് പറയണത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മിലൂട്ടി അങ്ങോട്ടേക്ക് എണീറ്റു. പിന്നെ നമുക്കൊരു പോർട്രേറ്റ് നമുക്ക് ഫോട്ടോ എടുത്ത് തരും. സോ അതാണ് നിങ്ങൾ ഈ കാണുന്നത്.
നമ്മളൊരു ഫാമിലി ഫോട്ടോ. സോ മിലൂട്ടിയുടെ ഇതാണ് മിലൂട്ടിയുടെ ഇപ്പോഴത്തെ കറൻറ്റ് ഫേവറേറ്റ് ടോയ്. സോ ഈ ടോയൊക്കെ വെച്ച് മിലൂട്ടിനായിട്ട് കളിപ്പിക്കുന്നതാണ്. അവൾ ദൈവാധീനം കൊണ്ട് മിലൂട്ടി വേറെ കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് ടെൻഷനാണ്, ദൈവമേ കൊച്ചു കരിയൊഞ്ഞ്, അവൾ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ പോലും നമുക്ക് കൊച്ചിന് കരിഞ്ഞ് എണീക്കുമോ, അതൊക്കെ നമുക്ക് ടെൻഷനാണ്. പക്ഷേ മിലൂട്ടിനെ കൊണ്ട് വേറെ കുഴപ്പമുണ്ടായിരുന്നില്ല. അവൾ കളിച്ചിരുന്നു. പിന്നെ വിശക്കുമ്പോൾ ഒരു ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കരയാനൊക്കെ വേണ്ടി വരും, അപ്പോഴേക്കും ഫീഡ് ചെയ്ത് അങ്ങനെ മിലൂട്ടി ഓക്കെ ആയിരുന്നു കേട്ടോ വയസ്സും. സോ അതൊക്കെയാണ് മിലൂട്ടിയുടെ ഫസ്റ്റ് ഫ്ലൈ എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മൾ ടേക്ക് ഓഫ് ഒക്കെ ചെയ്തു ഗൈസ്. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാണ്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു 4 മണിക്കൂർ ഇരിക്കണല്ലേ. സോ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഹാപ്പിനെസ്സാണ് നമ്മൾ സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മൾ ദുബായ് എത്തി ഗൈസ്. ഈ ദുബായ് എത്തി ഗൈസ് എന്ന് പറയുമ്പോൾ ഞാൻ 5ാം മാസം പ്രഗ്നൻറ്റിലാണ് ദുബായിന്ന് നാട്ടിലേക്ക് വരുന്നത്. ഇപ്പോൾ മിലൂട്ടി 5 month ഓൾഡായി. നമ്മൾ തിരിച്ച് ദുബായിലോട്ട് പോവുകയാണ്. സോ ദുബായ് ഞങ്ങളെ സംബന്ധിച്ചൊരു ലക്കി പ്ലേസാണ്. ഞങ്ങൾക്ക് ഭയങ്കര എന്തൊക്കെയോ നമുക്ക് പല നേട്ടങ്ങൾ തന്നതാണ് ദുബായ് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു ഫേവറേറ്റ് പ്ലേസാണ് ഞങ്ങൾക്ക് ദുബായ്. പിന്നെ എന്താണ്, പിന്നെ ഈ മിലൂട്ടിയുടെ ഫസ്റ്റ് ഫ്ലൈ സർട്ടിഫിക്കറ്റൊക്കെ എല്ലാ ബേബീസും ആദ്യമായിട്ട് ഫ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെമ്മറബിളാക്കി വെക്കുക. നമുക്ക് കിട്ടാത്ത ഓപ്പർച്യൂണിറ്റീസും അച്ചീവ്മെൻറ്റ്സും നമ്മുടെ പിള്ളേർക്ക് കിട്ടണം എന്നായിരിക്കുമല്ലോ എല്ലാ പാരൻസും ആഗ്രഹിക്കുക. അപ്പോൾ ഈ ഒരു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ മെമ്മറബിളാക്കി വെക്കുക. സോ നമ്മളങ്ങനെ നമ്മുടെ ലഗേജ് എടുക്കാൻ വേണ്ടി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കാനാണ്. അരുമക്കിളി നീയല്ലേ, ആരിരാരോ പാട്ടല്ലേ, കാലമെനിക്കായി